Suppose the same question. In the same question, if the square prism is resting on HP, okay. If the square prism is resting on HP, നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? That is triangular face on HP. Square prism, square pyramid is resting on one of its triangular faces on the HP ആണ്. ഇതുപോലെയാണ് line. How will you start? You have to make it perpendicular to the HP line. Axis perpendicular to HP ആയിട്ട് place ചെയ്യണം. So ആ പൊസിഷനിൽ ടോപ്പ് വ്യൂ ആണ് നിങ്ങൾക്ക് ബേസിന്റെ ട്രൂ ഷേപ്പ് കാണുന്നത്. So you have to start with the top. Right actually edge because it is resting on triangular peak. Resting on slant edge എന്നാണ് പറഞ്ഞതെങ്കിൽ right actually corner വരുന്നത് റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരുന്ന വിധത്തിൽ നമുക്ക് എങ്ങനെയാണ് സ്ക്വയർ വരയ്ക്കാൻ പറ്റുക? സ്ക്വയർ ആണെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരുന്ന വിധത്തിൽ എങ്ങനെയാണ് വരയ്ക്കുക? സപ്പോസ് ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് സ്ലാന്റ് എഡ്ജ് ഓർ റെസ്റ്റിംഗ് ഓൺ കോർണർ അങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കുക? റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ ആണെങ്കിൽ ശ്രദ്ധിക്കാം. How to draw this question? വരയ്ക്കാം. എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നത്. What will be these angles? ഈ ആംഗിൾസ് ഒക്കെ ആയിട്ട് ഈ ഓരോ എക്സ്പോണന്റ് നയിക്കുന്ന ആംഗിൾ ഒക്കെ what will be the angle? Don't know. അറിയില്ല. എത്രയാണോ? This is 90 degree. അല്ലേ? ഇതുകൊണ്ട് അടിച്ച് 90 degree ആയിരിക്കുമല്ലോ അല്ലേ? ടു എഡ്ജിന് ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ? സ്ക്വയർ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കോർണറോടെ എക്സ് വൈ പാരലൽ ഇത് 90 ഡിഗ്രി ആണ്. Now to get these corners on the extreme portion, these edges will be equally inclined. Okay, equally inclined to the this xy line. രണ്ട് corners extreme portion ആണെങ്കിൽ ഈ രണ്ട് edges equally inclined ആയിരിക്കും. So you know this, the total angle will be 180 and this is 90 degree. So each of these angles will be 45 degree. Okay, like 180 45 plus 90 plus 45. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 180. സോ ഇത് 45 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഈ എഡ്ജ് മേക്കുന്ന ടോട്ടൽ ആംഗിൾ 45. ഇത് 45 ആണെങ്കിൽ ടോട്ടൽ 45. സോ ടു ഗെറ്റ് ദ കോർണേഴ്സ് ഓൺ എക്സ്ട്രീം പൊസിഷൻ ഒരു ലൈൻ ഏതെങ്കിലും ഒരു പൊസിഷൻ പ്രൊട്രാക്ട് വെക്കുക 45 ഡിഗ്രി ആംഗിൾ മെഷർ ഒരു ലൈൻ വെക്കുക. ഓക്കെ, 45 ഡിഗ്രി ആംഗിൾ ലൈൻ വെക്കുക. അതിൽ നിങ്ങൾക്ക് ഒരു എഡ്ജ് മാർക്ക് ചെയ്യാം, കുറച്ച് താഴെയായിട്ട് മാർക്ക് കേട്ടോ. പിന്നെ മുകളിൽ ഇവിടെ തന്നെ മാറ്റാൻ പാടില്ല. ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ that means that corner is touching the VP. X1 അല്ലേ ടച്ച് ചെയ്യുക, അതിന്റെ മീനിങ് അത് VP ടച്ച് ചെയ്യുന്നതാണ്. സോ കുറച്ച് താഴെയായിട്ട് ഒരു എഡ്ജ് വരയ്ക്കാം, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നെക്സ്റ്റ് എഡ്ജ് വരയ്ക്കാം, ഇവിടെ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് എഡ്ജ് വരയ്ക്കാം. ഇങ്ങനെ വരച്ച് കംപ്ലീറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കാം, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിനകത്ത് ഒരു എഡ്ജ് വരയ്ക്കാം, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നെക്സ്റ്റ് ടു എഡ്ജസ് വരയ്ക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. If it is resting on a corner, corner extreme portion വരാനും കേൾക്കാൻ പോകുന്നു.
സോ ഇതായിരിക്കും നമുക്ക് റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ് ആണ് റൈറ്റ് എക്സിൽ എഡ്ജ് വരുന്നതിൽ വരക്കണം. റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണ് കണ്ടീഷൻ എങ്കിൽ ഇതുപോലെ വരക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യേണ്ടത്? ട്രയാങ്കുലർ ഫേസ് ഓൺ എച്ച് പി ആണ്. സോ ഇവിടെ ട്രയാങ്കുലർ ഫേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? റൈറ്റ് എക്സിലുള്ള ഒരു ലൈൻ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് OBC എന്നുള്ള ട്രയാങ്കുലർ ഫേസ് ആണ്. Okay, so OBC you have to draw this on XY line. So resting on HP ആണ്. Front view of this plane or this face should be on the XY line. So അതിന് corresponding ആയിട്ട് front view നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കുന്നത് പോയിന്റ്സ് അനുസരിച്ച് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ താഴെ പ്രൊജക്ട് ചെയ്യാം. You will get the topic, final topic, actual question topic കിട്ടും. So അത് നേരത്തെ കിട്ടിയത് പോലെ തന്നെ എഴുതുക. ഇതുപോലെ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ സോൾവ് ചെയ്താലുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടെക്സ്റ്റിലുള്ളതാണ് പ്രോബ്ലം. Okay. Next question, write down. Draw the projections of a cone. Draw the projections of a cone. Cone, C-O-N. Draw the projections of a cone. Draw the projections of a cone. Diameter of base 50 mm. Draw the projections of a cone. Diameter of base 50 mm. Diameter of base 50 mm, 50. And height 75 mm. Diameter of base 50 mm and height 75 mm. Height 75 mm. Resting on HP. Resting on HP. Resting on HP with axis parallel to VP. Resting on HP with axis parallel to VP and inclined to HP at 30 degree. Draw the projections of a cone, diameter of base 50 mm and height 75 mm. Resting on HP. Resting on HP with axis parallel to VP and inclined to HP at 30 degree. Inclined to HP at 30 degree. Okay. So cone ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് റെസ്റ്റ് ചെയ്യുന്നത് HP യിലാണ്. Okay. Diameter of base 50 and height 75 mm. Here I have cone. ഇത് റെസ്റ്റ് ചെയ്യുന്നത് HP യിലായിട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ആക്സിസ് ഇൻക്ലൈൻ ടു HP ആണ്, 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HP ആണ്. ആൻഡ് അറ്റ് ദ സെയിം ഇസ് പാരലൽ ടു VP. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP. സോ ആക്സിസ് അപെക്സ് ബേസ് സെന്ററിലേക്ക് ആക്സിസ് പോകുന്നുണ്ട്. അത് ഇതുപോലെ ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP ആയിട്ടാണ് ഉണ്ടാവുക. സോ വാട്ട് വിൽ ബി ദ സിമ്പിൾ ക്വസ്റ്റ്യൻ? എന്തായിരിക്കും സിമ്പിൾ ക്വസ്റ്റ്യൻ? ആക്സിസ് ഇൻക്ലൈൻ ടു HP ആകുമ്പോൾ ആക്സിസ് perpendicular HP ആയിരിക്കണം simple question. So this will be the simple question. Okay. So you have to start with the top view because top view ആണ് നിങ്ങൾക്ക് ഇതിന്റെ ബേസിന്റെ ഷേപ്പ് സർക്കിൾ ആണ് കാണാൻ പറ്റുക. സോ ടോപ്പ് വ്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് വ്യൂ പ്രൊജക്ട് ചെയ്യാം. ഓക്കെ. ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒരു ട്രയാംഗിൾ ഷേപ്പ് തന്നെയാണ്. കോണിന്റെ കേസിൽ ഒരു ട്രയാംഗിൾ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നത്. ദെൻ ആക്സിസ് സെക്കൻഡ് പൊസിഷൻ നമ്മൾ ആക്സിനെ ഇൻക്ലൈൻ ടു HP ആക്കിയിട്ട് മാറ്റി വരക്കണം അല്ലേ? So axis inclined to HP ആയിട്ട് മാറ്റി വരുന്ന സമയത്ത് the object should rest on the HP. Okay. Questionly ഇത് resting on HP എന്നൊരു കണ്ടീഷൻ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് HP തന്നെ ടച്ച് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ ഇത് ടച്ച് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഏത് പാർട്ടിലായിട്ടായിരിക്കും റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക?
ഈ പൊസിഷനിൽ പറയൂ. എന്താണ് ഒരു കമന്റ് ചെയ്യാത്തത്? എവിടെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇത് ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഇത് എച്ച് പിയിൽ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും താഴെയുള്ള പോയിന്റ് ഏതാ? ഇതിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും താഴെയുള്ള പോയിന്റ് ഏതാ? ഇങ്ങനെ വെച്ചാൽ ഏറ്റവും താഴെ വരുന്നത് എന്താ? ഈ ബേസിലെ സർക്കംഫറൻസിലെ ഒരു പോയിന്റ് ആയിരിക്കില്ലേ? ഇവിടെ എഡ്ജ് ഒന്നും ഇല്ലല്ലോ, ഇത് കോണല്ലേ, സർക്കിൾ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഈ സർക്കംഫറൻസിലുള്ള ബേസിന്റെ സർക്കംഫറൻസിലുള്ള ഒരു പോയിന്റിലായിട്ടായിരിക്കും ടച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അല്ലാതെ ഇവിടെ എഡ്ജ് ഒന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസ് സർക്കിൾ ഒരു പോയിന്റിലായിട്ടാണ് ഇത് ടച്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ first we have to draw the simple portion axis perpendicular to HP ആയിരിക്കും. ആക്സിസ് പെർപെൻഡിക്കുലർ HP ആകുമ്പോൾ ടോപ്പിലാണ് നമുക്ക് സർക്കിൾ കാണുന്നത്. സോ ഈ ഡിസ്റ്റൻസ് നമുക്ക് സ്യൂട്ടബിൾ ഡിസ്റ്റൻസ് എത്രയാണെങ്കിലും എടുക്കാം. ബട്ട് ഇത് എക്സ്പെരിമെന്റ് ടച്ച് ചെയ്യാൻ പാടില്ല, വരയ്ക്കുന്നതാണ്. സോ സെന്റർ മാറ്റിക്കാൻ ഇതിന്റെ റേഡിയസ് 50 ആണ് ഡയമീറ്റർ പറഞ്ഞുള്ളത് അല്ലെ, 50 ആണ്. സോ 25 ആണ് റേഡിയസ് circle. Then to get the front, first we have to project the axis. So axis എന്ന് പറഞ്ഞ പൊസിഷൻ ആണ് പോലെ ഉണ്ടാവും. കറക്റ്റ് മിഡിലായിട്ടാണ് ആക്സിസ് ഉണ്ടാവുക അല്ലെ, പിരമിഡ് ഒക്കെ പോലെ തന്നെ ഈ പോയിന്റ് ബേസ് സെന്ററിലേക്കാണ് ആക്സിസ് ഉണ്ടാവുക. സോ ടോപ്പിൽ നമുക്ക് ആക്സിസ് ഒരു പോയിന്റ് ആയിട്ട് കാണാൻ പറ്റുക. അത് എക്സ്പ്ലെയിൻ പ്രൊവൈഡ് ചെയ്യാം. Then extreme left angle, extreme right angle. Okay. Now join this forms the triangular shape. Okay. സോ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പോർഷനിൽ ഇത് എങ്ങനെ വരണം? നെയിമിങ്ങിന്റെ ഞാൻ പറയാം. അത് നെക്സ്റ്റ് പോർഷൻ കൂടെ വരച്ചിട്ട് പറയാം. നമുക്ക് ആക്സിസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP ആക്കണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ 30 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ട് വരക്കാം. 30 ഡിഗ്രി ഇൻക്ലൈൻ അത് പെർപെൻഡിക്കുലർ ആയിട്ട് ബേസ് വരണം. സോ പല ആൾക്കാരും വരയ്ക്കുന്ന സമയത്ത് ബേസ് 90 ഡിഗ്രി ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ, ശ്രദ്ധിക്കണം. ഇങ്ങനെ വരുന്ന വിധത്തിൽ വരയ്ക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി ആണെങ്കിൽ ബേസ് നയിക്കുന്ന ആംഗിൾ made by the base with XY line. This is 30 degree. Finally, 60 degree. Okay, 60. So this 30 to 90 degree. So this will 60 degree. So, അതുപോലെ വരച്ചാൽ മതി. അതായത് കുറച്ച് വരച്ചാൽ മതി. Point ചെയ്യാം. തൊട്ടായിട്ടാണ് പ്ലേസ് ചെയ്യാം. 60 ഡിഗ്രി ആംഗിൾ ബേസ് ആണ്. ബേസിന്റെ ലെങ്ത് നിങ്ങളിവിടെ മെഷർ ചെയ്തെടുക്കണം. 50 ആയിരിക്കും വരിക. ഡയമീറ്റർ ലെവൽ. സോ ദാറ്റ് വിൽ ബി 50. അത് പോയിന്റ് ആണ്. ഈ ലെങ്ത്തിൽ കോമ്പസ് രണ്ട് സൈഡിൽ പോയിന്റ് അല്ലെങ്കിൽ സെന്റർ പോയിന്റ് മാർക്കിട്ട് ആക്സിസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അറ്റാച്ച് ചെയ്യും. ഓക്കെ, ആക്സിന്റെ ഹൈറ്റ് നമുക്ക് വസ്തുണ്ട്. സോ ആ ലെങ്ത് ഇവിടുന്ന് മെഷർ ചെയ്താൽ മതി. കറക്റ്റ് സെന്റർ നൽകണം. കറക്റ്റ് സെന്റർ ആ പോയിന്റ് മെഷർ ചെയ്യാൻ. Okay. Now, കറക്റ്റ് സെയിം സൈസ് ആയിരിക്കണം. അവിടെ വരച്ചപ്പോൾ കുറച്ച് ചെറുതായി വരുന്നു. കറക്റ്റ് സൈസ് തന്നെ വരക്കണം. ദെൻ
നമുക്കിനി ടോപ്പ് കിട്ടണമെങ്കിൽ എല്ലാ പോയിന്റ്സും താഴേക്ക് പോയിട്ട് ഒന്ന് റൈറ്റിലേക്ക് പോയിട്ട് നമ്മൾ പോയിന്റ്സ് കണ്ടുപിടിക്കും അല്ലേ? സോ ഹിയർ നമുക്കുള്ളത് ഒരു സർക്കിൾ ആണല്ലേ ബേസ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പോയിന്റ്സ് കോർണർ ഒന്നും നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. കോർണർ ആവുന്ന സമയത്ത് നമുക്കിവിടെ നെയിം ചെയ്യാൻ പറ്റുമോ? കോർണേഴ്സ് പ്രിസംസിനും പിരമിഡ്സിനൊക്കെ കോർണേഴ്സ് നമുക്ക് നെയിം ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്കൊരു പെർട്ടിക്കുലർ കോർണർ ആയിട്ടുള്ള ഒരു ആപെക്സ് ഉണ്ട്. സോ നമുക്കിവിടെ കുറച്ച് പോയിന്റ്സ് ഇമാജിൻ ചെയ്യാം. സോ ഇമാജിൻ ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ അത് ഇക്വി ഡിസ്റ്റന്റ് ആയിട്ട് ഓക്കെ ഈക്വൽ ഡിസ്റ്റൻസിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് യു ഹാവ് ടു ഡിവൈഡ് ദ ടോപ്പ് സർക്കിൾ ഇൻടു 8 ഈക്വൽ പാർട്സ്. ഇതിനൊരു 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫോർ ദാറ്റ് draw a horizontal line through the xy line through the center parallel to the xy line. Now ഇവിടെ രണ്ട് സെക്ഷൻ ആയി. Now ഒരു vertical line ഇവിടെ വരയ്ക്കാം സെന്ററിലൂടെ തന്നെ. So 4 equal sections ആയി. Okay. Then protractor ഇവിടെ place ചെയ്ത് 45 degree angle clockwise direction measure ചെയ്യാം. Okay. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ കൂടെ വരയ്ക്കാം. Now അതേപോലെ തന്നെ protractor same place measure ചെയ്ത് anti clockwise direction 45 degree measure ചെയ്യാം. Again draw a line. Now you can see that all sections are of 45 degree angles. All equal 45 degree angle sections. Total are 8 sections. Okay. ഈ 8 sections നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് ആൻസർ ലെവൽ ഈ പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് നമുക്ക് നെയിം ചെയ്യാം. ഈ പോയിന്റ്സിനൊക്കെ നമുക്ക് നെയിം ചെയ്യാം. സോ എ ബി സി ഡി ഇ എഫ് ജി ആൻഡ് എച്ച്. ദീസ് ആർ ദ പോയിന്റ്സ് and apex O, base center M. ഇങ്ങനെ നെയിം ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് വിസിബിൾ ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? Can you comment what are the points visible in the front view? ഏതൊക്കെയായിരിക്കും വിസിബിൾ? ഫ്രണ്ട് വ്യൂല് വിസിബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം സെന്ററിലൂടെ. ഓക്കെ, നിയർ ടു അല്ല away from, ഓക്കെ കറക്റ്റ്, away from x y ഉള്ളതൊക്കെ നമുക്ക് വിസിബിൾ ആയി. അവിടെ away from x y a b c d e ഇതൊക്കെ വിസിബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ o അതും ഫ്രണ്ട് വ്യൂ വിസിബിൾ ആയിരിക്കും. സോ this will be a dash and this will be e dash. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോയിന്റ്സ് b equal to that. So ഈ കാണുന്ന ബിയുടെ കറക്റ്റ് ലൊക്കേഷൻ കാണാൻ വേണ്ടി ഇവിടുന്ന് ലൈൻ നേരെ മുകളിലേക്ക് വരയ്ക്കുക. അപ്പൊ അത് മുകളിലേക്ക് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇത് കാണാൻ പറ്റും. ബിയുടെ ഈ ലൈൻ എച്ചിലൂടെ ക്രോസ് ചെയ്താണ് പോകുന്നത്. സോ ബിയുടെ നേരെ ബാക്ക് ബിഹൈൻഡ് ആയിട്ട് എച്ച് ഉള്ളത് in the front. So b dash mark here and the bracket h dash. Okay. Next point c. C same line ഇവിടെ mark here. c dash bracket g dash കാരണം c യുടെ നേരെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. Then d എന്നൊരു ലൈൻ നേരെ മുകളിലേക്ക് വരിക. അപ്പോൾ അത് f ലൂടെ പാസ് ചെയ്തിട്ട് കാണാൻ പറ്റും. d dash mark here അതിന്റെ ബ്രാക്കറ്റ് f dash. Okay, and o dash അഫക്ട്സും വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിന്റ്സ് ഒക്കെ അതേ പൊസിഷനിൽ നമ്മൾ അതേപോലെ നമ്മൾ അവിടെ മാർക്ക് ചെയ്യാം. സെയിം ഡിസ്റ്റൻസിൽ ഇവിടെ ദിസ് പോയിന്റ് ഈസ് ഇ ഡാഷ് ഇ വൺ ഡാഷ് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് എ വൺ ഡാഷ് ആൻഡ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് കറക്റ്റ് സെയിം ഡിസ്റ്റൻസ് നമ്മൾ മെഷർ അതേ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അഫക്ട് വിസിബിൾ ഇ വൺ ഡാഷ് ആൻഡ് എച്ച് വൺ ഡാഷ് C1 dash and G dash. It is a measure from C1 dash and F1 dash. Okay, and finally O1 dash. So ശ്രദ്ധിക്കണം, ഇത് കറക്റ്റ് മിഡിലല്ല വരുന്നത്. ഏത് മിഡിലായിട്ട് എല്ലാം വരുന്നത്. സോ ആ ഡിസ്റ്റൻസ് കറക്റ്റ് നോക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ പോയിന്റ്സും താഴേക്ക് നെക്സ്റ്റ് വരും.
ടോപ്പ് വ്യൂ ഫസ്റ്റ് ടോപ്പ് റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് എ ഇത് ഞാൻ ഇത്രയും ഒരു ലക്ഷ്യം ഉണ്ട് കാരണം ഓ എന്ന് പറയുന്ന പോയിന്റ് അപെക്സ് കൂടെ ഈ നയൻ വരും അപ്പൊ അതുകൊണ്ട് അപെക്സ് കൂടിയാണ് അപ്പൊ അതൊരു ഞാൻ ലക്ഷ്യം ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഇത്രയും അത്ര ലക്ഷ്യം സോ ബി ആൻഡ് ഡി ഫൈവിലേക്ക് പറയുമ്പോൾ ഡിയുടെ പാസിംഗ് ആയിട്ട് കാണാൻ സി എച്ച് എച്ചിന് പാസിംഗ് ആണെങ്കിൽ എച്ചിലൂടെ വരും ജി അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നോക്കാം പോയിന്റ് A1 dash A dash A1 B and D1 dash B1 C and C1 dash C1 D and D1 dash D1 then E and E1 dash E1 S and S1 dash S1 G and G1 dash G1 H and H1 dash H1 so 3 points in okay and apex O and O and dash O1 okay now this circle കുറച്ചൊന്ന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് അല്ലേ ബേസ് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു എലിപ്സ് ആയിരിക്കും ടോപ്പിൽ കാണുന്നത് എലിപ്സ് ആയിരിക്കും സോ ഇവിടെ നമ്മൾ ബൗണ്ടറി ആദ്യം വരയ്ക്കേണ്ട ആവശ്യമില്ല ആദ്യം ബേസ് കണ്ടുപിടിക്കും ഫസ്റ്റ് ഡ്രോ ദ ബേസ് ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്മൂത്ത് കർവ് ആയിട്ട് സ്കെയിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ കോണിന്റെ കേസിലും സിലിണ്ടറിന്റെ കേസിലും ബേസ് വരയ്ക്കുമ്പോൾ സ്കെയിൽ യൂസ് ചെയ്യാൻ പാടില്ല യു ഹാവ് ടു ഡ്രോ ഫ്രീ ഹാൻഡ് ഫ്രീ ഹാൻഡ് കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് വരയ്ക്കുമ്പോൾ ഒറ്റൊരു സ്മൂത്ത് കർവായിട്ട് വരണം പോയിന്റ്സ് ഇടയ്ക്കിടയ്ക്ക് പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ കോർണേഴ്സ് ഒന്നും വരാൻ പാടില്ല ഒരു സ്മൂത്ത് കർവ് ആയിട്ട് വരയ്ക്കാം സോ ആദ്യം വരയ്ക്കുമ്പോൾ നമുക്ക് അത് ലൈറ്റ് ആയിട്ട് വരയ്ക്കാം ഓക്കെ ആദ്യം വരയ്ക്കുമ്പോൾ ഇത് ലൈറ്റ് ആയിട്ട് വരയ്ക്കാം അതിനുശേഷം അപ്പെക്സ് ഈ എലിപ്സിലേക്ക് ടാൻജന്റ് വരയ്ക്കാം ടാൻജന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് ടാൻജന്റ് ഈ ഒരു സർക്കിളിൽ ഇവിടുന്ന് ടാൻജന്റ് വരയ്ക്കുന്ന എന്താ ചെയ്യാം ഇതിലൊരു പോയിന്റ് ടച്ച് ചെയ്യുന്നത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ടാൻജന്റ് സോ ജസ്റ്റ് ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നത് വരയ്ക്കാൻ സോ അതുപോലെ ഇവിടെ ടാൻജന്റ് ആണ് ബേസ് ആദ്യം എലിപ്സായിട്ട് നമ്മൾ ഫോം ചെയ്തതിനു ശേഷം അപ്പെക്സിനും ഇതിന്റെ ഒരു ടാൻജന്റ് എലിപ്സിലേക്ക് ടാൻജന്റ് വരയ്ക്കും സോ ആ ടാൻജന്റ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് കറക്റ്റ് മീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് കറക്റ്റ് മീറ്റ് ചെയ്യണമെന്നില്ല ജസ്റ്റ് ഇതിന്റെ ടാൻജന്റ് വരച്ചാൽ മതി അത് കിട്ടുന്ന എങ്ങനെയാണെന്ന് അതുപോലെ വരയ്ക്കാം ചിലപ്പോൾ പോയിന്റ്സ് കിട്ടാം പോയിന്റ്സ് കിട്ടാതെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സോ ഇത്രയും നമുക്ക് ബൗണ്ടറി എടുക്കണം സോ ബൗണ്ടറി വരുന്ന ഫോട്ടോ എടുക്കാം ഇത്രയും പോർഷൻ സോ നിങ്ങൾ ആദ്യം വരച്ച ആ ഇത്രയും പോർഷൻ കാർട്ടൺ ചെയ്യും റിമൈനിങ് ഈ പോർഷൻസ് അത് വിസിബിൾ ആയിട്ടില്ല കാരണം ഇതിന്റെ ഇൻക്ലിനേഷൻ ഇതുപോലെ ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഓക്കെ ഇത് കുറച്ച് ചെറിയ ഇങ്ങനെയല്ലേ നിൽക്കുന്നത് ഈ ഒരു പോർഷനിൽ ടോപ്പ് എന്ന് നോക്കുന്ന സമയത്ത് ടോപ്പ് വ്യൂവിൽ ബേസ് കാണാൻ പറ്റില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഏതോ കേസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ബേസ് വിസിബിൾ ആയിരിക്കില്ല സോ ഇവിടെ ഈ പോർഷൻ നമ്മൾ പറഞ്ഞു ഓക്കെ പിന്നെ ഇതിന്റെ ഡയമെൻഷൻ കൂടെ കംപ്ലീറ്റ് ആയി ഡയമെൻഷൻ കൂടെ മാറും ഹൈറ്റ് and height 75 and angle കൂടെ ആവശ്യം ആക്സിൽ ഇംഗ്ലീഷ് നമ്മൾ ഇന്റർണമാക്കണം 30 degree 30 degree okay this is how to draw the orthographic version of a cone which is inclined to HP and parallel to
VP. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? Okay. What about others? നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായവർക്ക് ഒന്ന് കമന്റ് ചെയ്തൂടെ? മനസ്സിലാകാത്തവർക്കാണെങ്കിൽ, മനസ്സിലാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പറയാം. നിങ്ങളിത് ചെയ്ത് നോക്കണം. ചെയ്ത് നോട്ടിലേക്ക് കോപ്പി ചെയ്യണം, വരക്കണം. നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ട് വരയ്ക്കാനുള്ള ടൈം ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റി ഉള്ളത് വെച്ചാൽ റെക്കോർഡ് വീഡിയോസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു ബെനിഫിറ്റ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ റെക്കോർഡ് വീഡിയോസ് കണ്ട് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം അടുത്ത ദിവസം പിന്നെയും പ്രോബ്ലംസ് വേറെ ചെയ്യാൻ വർക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് 2 പ്രോബ്ലംസ് ഇന്ന് തന്നെ ട്രൈ ചെയ്യുക, ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞവർക്ക് എനിക്ക് അയച്ചു തരാം. അതിന്റെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ നമുക്ക് ഇനി വീക്കിലി ക്ലാസ്സിലല്ലോ, ഇനി എക്സാം അല്ലേ വരുന്നത്? ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം. ഓക്കെ, സോ സ്റ്റഡി വെൽ. താങ്ക് യു.